നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ലോകരാജ്യങ്ങളുമായി കൈകോർത്തുള്ള അത്യാധുനിക ഫൈറ്റർ ജെറ്റ് നിർമ്മാണത്തിൽ ഇന്ത്യയും ഒടുവിൽ സമ്മതം മൂളിയിരിക്കുകയാണ്. ഇറ്റലി, ബ്രിട്ടൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിക്കാനൊരുങ്ങുന്ന അത്യാധുനിക ഫൈറ്റർ ജെറ്റ് നിർമ്മാണത്തിനാണ് ഇന്ത്യയും തങ്ങളുടെ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ത്രികക്ഷി സംരംഭമായ ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാമിൽ ഇന്ത്യയും താൽപ്പര്യം പ്രകടിപ്പിച്ചതായി ജപ്പാൻ ആസ്ഥാനമായുള്ള സാങ്കേ.com എന്ന വെബ്സൈറ്റാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2022 ഡിസംബറിൽ അംഗീകരിച്ച ഈ പദ്ധതി 2035 നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയിൽ ഭാഗമാകുന്നതിനായി ഇന്ത്യ ജാപ്പനീസ് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്ന വിവരം വിവിധ ജാപ്പനീസ് ഇന്ത്യൻ നയതന്ത്ര സ്രോതസ്സുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പങ്കാളിത്തത്തോടുകൂടി ഈ പദ്ധതിയുടെ വിപുലീകരണ സാധ്യതയാണ് തെളിയുന്നത്. എന്നിരുന്നാലും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ബന്ധം മൂലം സാങ്കേതിക വിദ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ചയുണ്ടാകുമോ എന്ന ആശങ്ക ജപ്പാൻ പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ജപ്പാന്റെ മിത്സുബിഷി F2, ബ്രിട്ടന്റെ ടെമ്പസ്റ്റ് കൂടാതെ ഇറ്റലിയുടെ ഭാവി ആവശ്യങ്ങൾക്കുതകുന്ന തരത്തിൽ അഡ്വാൻസ്ഡ് AI എന്നിവ ഉൾപ്പെടുത്തി 6ാം തലമുറ ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം അഥവാ GCAP. പദ്ധതിക്ക് മുന്നിൽ നിരവധി പ്രതിസന്ധികളുണ്ട്. അതിലേറ്റവും പ്രധാനം സാമ്പത്തികം തന്നെയാണ്. $10 ബില്യൺ പദ്ധതി ചെലവ്. ഇന്ത്യയെ ഉൾപ്പെടുത്തുന്നതോടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കുകയും പ്രതിരോധ വ്യവസായ രംഗത്തെ വിപണി കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ജാപ്പനീസ് സർക്കാർ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇന്ത്യയുടെ പങ്കാളിത്തം ഒരു പൊതു പ്രാദേശിക ഭീഷണിയായി ചൈനയ്ക്കെതിരെ പ്രതിരോധം വർദ്ധിപ്പിക്കുമെങ്കിലും അത് സുരക്ഷാ അപകട സാധ്യതകളും ഉയർത്തുന്നുണ്ട്. റഷ്യയുടെ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളും S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ളവയെ ഇന്ത്യ ആശ്രയിക്കുന്നതാണ് ജപ്പാൻ ജാഗ്രത പുലർത്തുന്ന മറ്റൊരു കാര്യം. ഇത് നമ്മുടെ സാങ്കേതിക വിദ്യ മോഷ്ടിക്കപ്പെടുന്നതിലേക്ക് നയിക്കും എന്ന ജപ്പാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ആശങ്ക പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്രയേറെ പ്രാധാന്യമുള്ള നിർണായകമായ സാങ്കേതിക വിദ്യകൾ റഷ്യയുടെ പക്കലേക്ക് എത്തിച്ചേർന്നാൽ സ്റ്റെൽത്ത്, ഏവിയോണിക്സ്, പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ എന്നിവയിലെ നവീകരണ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമെന്നാണ് ജപ്പാന്റെ ആശങ്ക. കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതിനാൽ കാലതാമസത്തിനും വിവരച്ചോർച്ചയ്ക്കും സാധ്യതയുണ്ട്. അങ്ങനെയായാൽ ഇത് 2035 നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിന് ഏറെ പ്രതിസന്ധിയാണ്. എങ്കിലും GCAPയിൽ ഇന്ത്യയുടെ പങ്ക് ജപ്പാനുമായുള്ള പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കും. ഇന്തോ പസഫിക്കിലെ ചൈനയുടെ നീക്കങ്ങൾക്കുള്ള പ്രതിരോധം ഇരു രാജ്യങ്ങൾക്കും വളർത്തിയെടുക്കാനും സാധിക്കും. ഇന്ത്യയുടെ പങ്കാളിത്തം വ്യോമസേനയെ കൂടുതൽ ആധുനികവൽക്കരിക്കാനുള്ള നീക്കങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാണ്. നിലവിൽ സ്ക്വാഡ്രൺ ശക്തി കുറയുന്നതും തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിലെ കാലതാമസവും കാരണം ഇത് ബുദ്ധിമുട്ടിലാണ്. ഒരു മേജറുടെയോ ക്യാപ്റ്റൻ്റെയോ കീഴിലുള്ള സേനാ വിഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു കമാൻഡിൻ്റെ കീഴിലുള്ള യുദ്ധവിമാന സംഘത്തെയാണ് സ്ക്വാഡ്രൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. 2 വർഷം മുമ്പ് നിലവിലെ GCAPയുടെ മുൻഗാമിയായ ടെമ്പസ്റ്റ് പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ UK ഇന്ത്യയെ ക്ഷണിച്ചിരുന്നു. ഇറ്റലിയും ആവേശം കാട്ടിയതോടെ ഇന്ത്യക്ക് മുന്നിൽ പുതിയ സാധ്യതകൾ തുറന്നിടുകയായിരുന്നു. അത്യാധുനിക സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട് ഭീമമായ ചെലവുകളാണ് ഉണ്ടാവുക. അത് പങ്കിടുന്നതിനാണ് പങ്കാളിത്തം വിപുലീകരിക്കുക എന്ന വിശാലമായ തന്ത്രത്തോട് യോജിച്ച് ഇന്ത്യയെ കൊണ്ടുവരാൻ ഇറ്റലിയും അനുകൂലിച്ചത്. ഓരോ രാജ്യത്തെയും വൈവിധ്യമാർന്ന കണ്ടുപിടുത്തങ്ങൾ, നിർമ്മാണ ശേഷികൾ, വിപണി പ്രവേശനം എന്നിവയെല്ലാം എളുപ്പത്തിൽ പ്രയോജനകരമാക്കാനും ഇതിലൂടെ സാധിക്കും. ഇത് അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളുടെ പ്രകടനത്തിലും വിലയിലും കൂടുതൽ ഗണ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. നിലവിലെ ഈ $multi ബില്യൺ പ്രോജക്റ്റിന്റെ അന്തിമ ചെലവിനെക്കുറിച്ച് ഇനിയും വ്യക്തതകൾ വരേണ്ടതുണ്ട്. എങ്കിലും ഈ കൂട്ടായ പ്രവർത്തനം ഓരോ രാജ്യവും വ്യക്തിപരമായി നേരിടാനിടയുള്ള സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം GCAPയിൽ ചേരുക എന്നതിനർത്ഥം ആഗോളതലത്തിൽ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഒരു മുന്നണിയിലേക്ക് ചുവടുവെക്കുക എന്നതുകൂടിയാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, അത്യാധുനിക സാങ്കേതിക വിദ്യയും സഹകരിച്ചുള്ള ഗവേഷണങ്ങളും വികസനവും വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ ബഹിരാകാശ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുൾപ്പെടെയും സാധിക്കും. ഇന്ത്യയിലെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനും ഈ സഹകരണത്തിൽ നിന്നും പ്രയോജനം നേടാം.